ഹലോ, ഇവിടെ ആരുമില്ലേ? ഹലോ, നിങ്ങൾ ഈ ഹോട്ടലിന്റെ ആൾക്കാരാണോ? അതെ, എന്താ പ്രശ്നം? ഈ ഹോട്ടലിലേക്ക് വന്നൊരു സാധനം ദാ വണ്ടിയിൽ ഇരിപ്പുണ്ട്. സാധനം? മാഡം, ഇങ്ങനൊരു സാധനത്തിനെ ഞാൻ ഇന്നേ വരെ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എന്താണ് സാധനം ഒന്ന് പിടിയും കിട്ടുന്നില്ല. അങ്ങനൊരു സാധനം ഉണ്ടെങ്കിൽ നിങ്ങൾ കാണിക്കേ. വരൂ മാഡം. മാർക്കോ സായിപ്പ്. സായിപ്പാണെന്ന് മനസ്സിലായി, പക്ഷേ മലയാളം പറയും. എന്റെ പൊന്നോ, മലയാളം ഡിക്ഷണറി എഴുതിയ ഹെർമൻ കൊണ്ടിട്ട് ഒന്നുമല്ല. സർ, മാർക്കോ സർ. നിങ്ങൾ ആരാണ്? സർ, ഞാൻ നീയ, യുവർ സെക്രട്ടറി. ഹായ്, സോറി ഡിയർ, എനിക്ക് സ്ഥലം പെട്ടെന്ന് മാറിയതുപോലെ തോന്നി, അതാണ്. സാറേ കിട്ടിയോ? വണ്ടി കയറിയപ്പോ മുതല് സാറെന്താ തപ്പൊന്നുണ്ടായിരുന്നല്ലോ. എന്തെങ്കിലും മിസ്സായോ സർ? നോ, നത്തിങ്. Driver, come on. Come here. Driver, do you know ഞാൻ എന്താണ് തന്റെ ഈ കാറിന്റെ ഉള്ളിൽ തപ്പിക്കൊണ്ടിരുന്നതെന്ന്? അതല്ലേ നിനക്കറിയേണ്ടത്? You know bro, I know things about this vehicle that you don't know. ഈ വാഹനത്തിന് ഒരാത്മാവുണ്ട്, a soul. അതെവിടെയാന്ന് നിനക്കറിയാമോ? You don't know that. വണ്ടിക്ക് ആത്മാവാ? തന്റെ വണ്ടിക്ക് ആത്മാവില്ല. ഇറ്റ് ഹസ് നോ സോൾ. ആത്മാവില്ലാത്ത വാഹനം ആളിനെ കൊല്ലും. It will destroy everything. Be careful. You bloody fool. Yeah, come on. ഈ സാഹിബിന് തലയ്ക്കെന്ത് തകരാറുണ്ട്? അദ്ദേഹം ആരാന്നറിയാവോ? ഈ ഹോട്ടലിന്റെ ഉടമയാ. ഈ വെട്ട് കേസാണ് ഇതിന്റെ ഓണർ. ദേ, മാർക്കോ സാറിനെ പറ്റി അനാവശ്യം പറയരുത്. എന്റെ അനുഭവം ഞാനിപ്പോ പറഞ്ഞത്. വണ്ടി കയറി മുതല് സായിപ്പ് എന്തൊക്കെ ആത്മാവിനെ കുറിച്ചൊക്കെ പറയാ. ഒടുവിൽ എന്റെ മുഖത്തൊക്കെ എന്താ പറഞ്ഞെന്നറിയോ? എന്താ പറഞ്ഞ? ഞാൻ 10 വർഷം മുമ്പ് ചത്തുപോയ ആളാണെന്ന്. പച്ച ജീവനോടെയുള്ള ഞാൻ ചത്തുപോയ പ്രേതമാണെന്ന് പറയണമെങ്കിൽ ആ സായിപ്പിന് എന്താ തകരാറില്ലേ? സാറൊരു പ്രത്യേക സ്വഭാവക്കാരനാ. ഏത് സ്വഭാവക്കാരനാണെങ്കിലും കയ്യിലിരിപ്പ് ഇതാണെങ്കിൽ സായിപ്പിന് നല്ല അടി കിട്ടും. മാർക്കോ സാറ് വന്നിറങ്ങിയപ്പോ തന്നെ തലവേദനയാണല്ലോ. ഇനി ഇവിടുന്ന് പോകുന്നത് വരെ എന്തൊക്കെ പുലുവാലൊപ്പിക്കുമെന്ന് കണ്ടറിയാം. സായിപ്പ് എങ്ങോട്ടാ പോയേ? അങ്ങോട്ട് പോയിട്ടുണ്ട്. സായിപ്പ് എങ്ങോട്ട് പോയാലും അങ്ങോട്ട് തന്നെ നമ്മളും പോണല്ലോ. സർ, ആർ യു റെഡി? സാറിന്റെ കണ്ണട പുറകില്ല. Yeah, I know. പുറകിലും ഒരു കണ്ണ് വേണ്ടേ നീയാ? സാറിന്റെ റൂം റെഡിയാ, നമുക്ക് അങ്ങോട്ട് പോവാം. ഓക്കെ, വരാം, വാ. Yeah.
എന്താ സർ, എനി പ്രോബ്ലം? റൂം നമ്പർ 6. ആ റൂം ആരെങ്കിലും തുറന്നോ? സർ, അത് ഹു ഓപ്പൺ ദാറ്റ് റൂം? സാറ് വരുന്നുണ്ടെന്നറിഞ്ഞ് സാറിന്റെ റൂം ക്ലീൻ ചെയ്യാനായി റൂം ബോയ്ക്ക് എടുത്തു കൊടുത്ത കീ മാറിപ്പോയി. And then? റൂം ബോയ് ആ റൂം തുറന്നോന്നറിയില്ല. തുറന്നിട്ടില്ലായിരുന്നു. ഹി ഡിഡ്ന്റ് ഓപ്പൺ ദ റൂം. Where is he? ആ റൂം ബോയ് എവിടെ? What happened to him? അവന് പെട്ടെന്നൊരു തലകറക്കമുണ്ടായി താഴെ വീണു. ഞങ്ങൾ അവനെ ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോ ഹീസ് ഡെഡ്. Oh. Sir, what happened? Do you have any problem? No, I have no problem. Leave me alone. Sir. ഇനി ഒരാഴ്ച വീട്ടിൽ പോയി താമസിക്കുന്നതാ ഓർക്കാൻ കൂടി വയ്യാത്ത. ഒരാഴ്ച ഭയങ്കര ബോറടി ആയിരിക്കും. അച്ഛനും അമ്മയ്ക്ക് ലീവ് എടുക്കാൻ കഴിയാത്തത്ര തിരക്കില. അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും കറങ്ങാൻ പോവായിരുന്നു. എന്റെ കസിൻ സിസ്റ്ററിന്റെ മനസ്സമ്മതം ബുധനാഴ്ചയാ. ആ സംഗതി ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് എങ്ങോട്ടെങ്കിലും ട്രിപ്പ് പ്ലാൻ ചെയ്ത് പോവായിരുന്നു. അല്ല, നമ്മുടെ 5 സുന്ദരികൾ ആ വണ്ടി എടുത്ത് പോയിട്ടുണ്ടല്ലോ. അവര് പോയിട്ടിപ്പോ അരമണിക്കൂറായിട്ടുണ്ടാവും. നമ്മുടെ പണി ഏറ്റിട്ടുണ്ടെങ്കിൽ അവരുടെ വണ്ടി നിയന്ത്രണം വിട്ട് എവിടെയെങ്കിലും ചെന്ന് ഇടിച്ചിട്ടുണ്ടാവും. അവരുടെ വണ്ടി അപകടത്തിൽപ്പെട്ടിട്ടുണ്ടെങ്കിലേ അഞ്ജനെ ഏതെങ്കിലും ഹോസ്പിറ്റൽ ബെഡിൽ പ്രതീക്ഷിച്ചാൽ മതി. അവരുടെ ടൂർ പ്രോഗ്രാം അതോടെ ക്യാൻസൽ ആവും. അവർക്ക് എന്തെങ്കിലും സംഭവിച്ചെന്ന് എങ്ങനെ അറിയും? അവര് ഫോൺ വിളിക്കണോ? നോ, നമ്മൾ അവരെ ഈ സമയത്ത് വിളിക്കരുത്. നമ്മൾ വിളിച്ച അവർക്കുണ്ടായ അപകടത്തിൽ നമ്മൾ സംശയിക്കപ്പെടും. പിന്നെ എങ്ങനെ അറിയാനാ? മറ്റെന്തെങ്കിലും വഴിയിലൂടെ അവരെ പറ്റി അന്വേഷിച്ചറിയണം. നമ്മളാണ് അന്വേഷണത്തിന്റെ പിന്നിലെന്ന് ആരും അറിയാനും പാടില്ല. അതിനെന്താ വഴി? നിങ്ങളൊക്കെ ഇന്ന് തന്നെ പോവാണോ?